ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ശ്രീമദ് ഭാഗവതം നമുക്ക് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു ബദ്ധേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമയം ദദാതി സ്വഭക്താദിനം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ വാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരഗതാദായ നഗരഗ്രാമതായ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ വിശേഷശൂന്യവാദി പാശ്ചാത്യദേശായ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനി ശ്രീവാഷഭാനവീ ദേവി ദൈതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരതപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായതേ. ഗൗരാവിർഭാവഭൂമൈസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യനാമിനേ ഗൗരദ്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. യദാം സുരദോ പങ്കോർമമ മന്ദമതീർഗതിമത്സർവസ്വപാദാംബോജോ രാധാമദനമോ നമോ. ദിവ്യത്വന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ്രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലഭ്യ സേവ്യമാനോ സ്മരാമി. ശ്രീവന്ദാസരസാരംഭീ വംശീവടത്തടസ്ഥിത കർഷൻ വേണുസ്മനൈർഗോപിർഗോപിനാഥശ്രീസ്തം. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസുദേ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം ഭംഗം ലങ്കായതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം, അതിലെ 12-ാമത്തെ അധ്യായം. രുദ്രൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് 11-ാമത്തെ ശ്ലോകത്തിൽ. അന്നേരം
സംഹാരത്തിനായിട്ടാണ് രുദ്രൻ അവതരിക്കുന്നത്. ആ രുദ്രൻ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയത്തിൽ, ഇന്ദ്രിയങ്ങളിൽ, പ്രാണവായുവിൽ, ആകാശത്ത്, അഗ്നിയിൽ, വായുവിൽ, ജലത്തിൽ, ഭൂമിയിൽ, സൂര്യൻ, ചന്ദ്രൻ, തപസ്യ, എവിടെയൊക്കെയാണോ നാശമുണ്ടാകാനുള്ള സാധ്യതയുള്ളത് അവിടെയൊക്കെ രുദ്രൻ്റെ സ്ഥാനമുണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ സത്സംഗത്തിൽ പഠിച്ചു, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. മന്യൂർ മനുർ മഹീനാസോ മഹാൻ ശിവാരിതത്വജ ഉഗ്രരേത ഭവകാലോ വാമദേവോ ഋതവ്രത. ബ്രഹ്മദേവൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട രുദ്ര, അങ്ങേക്ക് 11 നാമങ്ങളുണ്ടായിരിക്കും. എന്തൊക്കെയാണ്? മന്യു, മനു, മഹിനസ, മഹാൻ, ശിവ, ഋതധ്വജ, ഉഗ്രരേത, ഭവ, കാല, വാമദേവ, ധൃതവ്രത. ഇങ്ങനെ 11 നാമങ്ങളാണ്. രുദ്രൻ എന്ന പേര് കൂടാതെ 11 പേരുകൾ കൊടുക്കുകയാണ്. ദീർഘതീരസലോമച്ച നിയുത്സർപ്പിർ ഇലാംബിക ഇരാവതി സ്വദാ ദീക്ഷ രുദ്രാണ്യോ രുദ്രത്തെ സ്ത്രീയ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 11 ഭാര്യമാർ കാണും, അവരെ എല്ലാം രുദ്രാണികൾ എന്നറിയപ്പെടുന്നു പറഞ്ഞു. അവരുടെ പേരുകൾ പറയുന്നു: ധീ, ധൃതി, രസല, ഉമ, നിയുത്, സർപ്പി, ഇല, അംബിക, ഇരാവതി, സ്വധ, ദീക്ഷ. ഇങ്ങനെ 11 രുദ്രാണികളുടെ പേരും പറയുകയാണ്. ഗ്രഹാനൈതാനി നാമാനി സ്ഥാനാനി ച സയോഷണ ഏവി സൃജാ പ്രജാ ഭവി പ്രജാനാം അസിയത് പ്രഥിയേ. അന്നേരം ഇവിടെ പറയുന്നു, പ്രിയപ്പെട്ട വത്സ, നീ ഞാൻ നൽകിയ ഭാര്യമാരെയും സ്വീകരിച്ചുകൊണ്ട് നീ എല്ലാ ജീവാത്മാക്കളുടെയും പ്രജാപതിയാണ്. അതുകൊണ്ട് സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീ പ്രഭുപാദ് പറയുന്നു, ബ്രഹ്മദേവൻ രുദ്രന് 11 ഭാര്യമാരെ നൽകി. ബ്രഹ്മദേവൻ വിഷമത്തിലായിരുന്നു. എന്തുകൊണ്ട്? കാരണം 4 കുമാരന്മാർ സൃഷ്ടികർമ്മങ്ങളിൽ വ്യാപൃതനാകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ രുദ്രനോട് പറഞ്ഞപ്പോൾ രുദ്രൻ അത് സ്വീകരിച്ചു. ഇതി ആദിഷ്ട സ്വഗുരുണ ഭഗവാൻ നീലലോഹിത സത്വാകൃതി സ്വഭാവേന സസർജാത്മാ സമപ്രജ. അങ്ങനെ സർവശക്തനായ രുദ്രൻ രുദ്രന്റെ നിറത്തെക്കുറിച്ച് പറയുന്നു. നീലയും ചുവപ്പും കൂടെ കലർന്നിട്ടുള്ള ഒരു നിറമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ശക്തരായിട്ടുള്ള ജീവാത്മാക്കളെ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ശരീരങ്ങളെയും സൃഷ്ടിക്കാൻ തുടങ്ങി. രുദ്രാണാം രുദ്രസൃഷ്ടനാം സമന്താത് ഗ്രസതാം ജഗത്. രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്താത് ഗ്രസ്താം ജഗത്. നിശമ്യാസംഖ്യാശോ യൂഥൻ പ്രജാപതിർ ആശങ്കത. അങ്ങനെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒരുപാട് രുദ്രനിൽ നിന്ന് വന്നു. അവരെല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോൾ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നശിപ്പിക്കുമോ എന്നുവരെ ബ്രഹ്മദേവന് ആശങ്കയുണ്ടായി. അങ്ങനെ ഇവിടെ പ്രഭുപാദ് പറയുന്നു, ക്രോധത്താൽ ഉദ്ഭവിച്ച രുദ്രന്റെ സൃഷ്ടി അതേപോലെ ഭീകരമായിരുന്നു എന്ന് പറയുന്നു. അത് കണ്ടിട്ട് ബ്രഹ്മദേവന് തന്നെ ഭയം തോന്നി.
എന്നാൽ ഇവിടെ പറയുന്നു, ഇതേപോലെ ചില വ്യക്തികൾ മഹാദേവന്റെ ഭക്തരാണ് എന്ന വ്യാജേന ലോകത്തിന് നാശമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സാക്ഷാൽ മഹാദേവന് പോലും ആപത്തായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. രാവണൻ മഹാദേവനെ ആരാധിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവൻ്റെ നോട്ടം പാർവതി ദേവിയിലായിരുന്നു. അതേപോലെ വക്രാസുരൻ, അവനും വരം ചോദിച്ചു, ഞാൻ തൊടുന്നവരെല്ലാം ഭസ്മാവട്ടെ. എന്നിട്ട് ആദ്യം അവൻ ശ്രമിച്ച് മഹാദേവനെ തന്നെയാണ് കൊല്ലാൻ നോക്കിയത്. അന്നേരം പൊതുവെ അങ്ങനെയാണ് രുദ്ര ആരാധന ചെയ്യുന്ന കൂടുതൽ ആൾക്കാരുടെയും. അവർ ഭക്തരെന്ന് പറയാൻ കഴിയില്ല, അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം മഹാദേവനെ ഉപാസിക്കുന്നവരാണ്. കാരണം ഉള്ളിലെ ഭൗതികാഗ്രഹങ്ങൾ പോയിട്ടില്ല. ഉള്ളിൽ ഭൗതികാഗ്രഹങ്ങൾ മാറുമ്പോൾ മനസ്സിലാവും എല്ലാം ഭഗവാൻ വിഷ്ണു നാരായണൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാം എന്ന് മനസ്സിലാവും. അതുകൊണ്ട് അന്യദേവത ഉപാസന ചെയ്യുന്നവരെല്ലാവരും ഹൃദയത്തിൽ ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങളുള്ളവരാണ്. പേര്, പ്രശസ്തി, അംഗീകാരം, ധനം, സമ്പത്ത്, ലൈംഗിക ബന്ധം, അതിലൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ് അന്യദേവത ആരാധനയിൽ ഏർപ്പെടുന്നത്. അതിലൊന്നിലും താല്പര്യമില്ലാതെ, ഭൗതികമായിട്ട് ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്തവർക്ക് മാത്രമേ ഭഗവാനോട് ഒരു ആകർഷണം, ഗുരുവായൂരപ്പനെ പൂജിക്കാൻ തോന്നും. അല്ലെങ്കിൽ കൂടുതലും അന്യദേവത ആരാധനയോടൊപ്പം പിന്നെ എന്താ പറയുന്നത്, ഭഗവാനെയും ഒന്ന് സന്തോഷിപ്പിച്ച് വെക്കാം എന്നുള്ള രീതിയിലുള്ള ആരാധനയായിരിക്കും. അത് യഥാർത്ഥ ഭക്തിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ ഭക്തർ എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തിയിൽ തന്നെ ഉറച്ചു നിൽക്കും. അവർക്കറിയാം ഭഗവാനെ ആരാധിക്കുമ്പോൾ തന്നെ എല്ലാ ദേവീദേവന്മാരും സന്തോഷിക്കും എന്ന് അവർക്കറിയാം. അലം പ്രജാഭി സൃഷ്ടാഭി ഈദൃശഭി സുരോത്തമ മയാ സഹ ദഹന്താഭിർ ദിശാചക്ഷുഭിരുൽബണേ. ബ്രഹ്മദേവൻ രുദ്രന്റെ സൃഷ്ടികളെ കണ്ടിട്ട് പറഞ്ഞു, രുദ്ര, അങ്ങ് ദേവന്മാരിൽ ശ്രേഷ്ഠനാണ്, ഇനി സൃഷ്ടികർമ്മങ്ങളൊന്നും വേണ്ട, മതി എന്ന് പറഞ്ഞു. എല്ലാ ദിശകളിൽ നിന്നും അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന അഗ്നി കൊണ്ട് തന്നെ ഈ സൃഷ്ടി മുഴുവൻ നശിക്കാൻ പോവുകയാണ്. അവരെന്നെയും നശിപ്പിക്കാൻ നോക്കുകയാണെന്ന് ആലോചിച്ചു. രുദ്ര സൃഷ്ടിയിലൂടെ വന്ന രുദ്രന്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ബ്രഹ്മദേവനെ വരെ കൊല്ലാൻ നോക്കുകയായിരുന്നു. എല്ലാവരും അതേ ഭാവത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് എല്ലാം നശിപ്പിക്കണം എന്നുള്ളൊരു ഭാവത്തിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയും, മഹാദേവനോട് എപ്പോഴും തപസ് ചെയ്യാൻ പറയും. അങ്ങനെയാണ് മഹാദേവൻ പിന്നെ തപസ്സിലോട്ട് ഏർപ്പെടുന്നത്. തപാതിഷ്ഠാ ഭദ്രം തേ സർവഭൂത സുഖാവഹം തപസൈവ യഥാപൂർവം സൃഷ്ട വിശ്വം വിദം ഭവാൻ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, ആര് പറയുന്നു? ബ്രഹ്മദേവൻ രുദ്രനോട് പറയുന്നു, അങ്ങ് തപസ് ചെയ്യൂ. തപസ്സാണ് എല്ലാ ജീവാത്മാക്കൾക്കും നന്മ നൽകുന്നത്. അതിലൂടെ എല്ലാ നന്മ അങ്ങേക്കും വരും. ഇനി തപസ്സിലൂടെ മാത്രമേ നേരത്തെ സൃഷ്ടി നടന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അങ്ങ് തപസ് ചെയ്യുമ്പോൾ എനിക്കും അതിൻ്റെതായിട്ടുള്ളൊരു ശക്തി ലഭിക്കുന്നു. അന്നേരം അങ്ങ് വന്നിരിക്കുന്നത് സംഹാരത്തിന് വേണ്ടിയാണ്. അന്നേരം ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ ബ്രഹ്മദേവനിലൂടെ സൃഷ്ടി നടത്തുന്നു, ബ്രഹ്മദേവന് പ്രചോദനം നൽകുന്നു, സ്വയം വിഷ്ണുവായി ഭഗവാൻ പരിപാലനം ചെയ്യുന്നു, എന്നിട്ട് മഹാദേവനിലൂടെ സംഹാരം ചെയ്യുന്നു. അന്നേരം സംഹാരത്തിന് സമയമായിട്ടില്ല. അന്നേരം മഹാദേവനിൽ നിന്ന് വരുന്ന എല്ലാ സൃഷ്ടിയും സംഹാരത്തിന് വേണ്ടിയുള്ളതായിരിക്കും, ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. അതുകൊണ്ടാണ് മഹാദേവനോട് പറഞ്ഞ് അങ്ങ് തപസ് ചെയ്യൂ, സംഹാരത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അങ്ങേ അറിയിക്കാം. അങ്ങനെ സംഹാരത്തിൻ്റെ സമയമാകുമ്പോൾ മഹാദേവൻ്റെ ആരാധ്യ ഈശ്വരനായ അനന്തശേഷൻ, രാമസ്വാമിയുടെ വിസ്തരണമായ അനന്തശേഷൻ ഭൂമണ്ഡലത്തെ താങ്ങി നിർത്തുകയാണ്. ആ അനന്തശേഷൻ്റെ വായിൽ നിന്നും അഗ്നി 14 ലോകങ്ങളിലേക്കും വ്യാപിക്കും. അടിയുന്നു പാതാള ലോകത്തിൽ നിന്നും ആ അഗ്നി വന്ന്, അതായത് അനന്തശേഷന്റെ വായിൽ നിന്ന് വന്ന് അത് മുകളിലോട്ട് ഇങ്ങനെ കയറി വരും. അത് സ്വർലോകം, മഹർലോകം, ജനലോകം വരെ ആ അഗ്നി കയറി വരും എന്നുള്ളതാണ്, തപോലോകം വരെ. ആ അഗ്നി വരുന്ന സമയത്ത് മഹാദേവന് മനസ്സിലാവും സംഹാരത്തിന് സമയമായി എന്ന് പറയുമ്പോൾ 11 ദിശകളിൽ നിന്നും 11 രുദ്രന്മാർ, അതിലൊന്നാണ് മഹാദേവൻ.
അന്നേരം മഹാദേവൻ്റെ 11 രൂപങ്ങളാണിത്. അന്നേരം എല്ലാ ഈ 11 ദിശകളിൽ നിന്നും അവർ താണ്ഡവ നൃത്തം ആടി അവരും അഗ്നി അവരുടെ ദേഹത്ത് നിന്ന് തപോഗ്നി പുറപ്പെടുപ്പിക്കും. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുകയാണ്. അങ്ങനെയാണ് പൊതുവെ സംഹാരം നടക്കുക. ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ പല പല സമയങ്ങളിലായിട്ട് ഇത് നടക്കും. ഒന്ന്, ബ്രഹ്മദേവൻ്റെ ഒരു ദിവസത്തിൽ ബ്രഹ്മദേവൻ്റെ ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു അഗ്നി വരുന്നത്. അതിൻ്റെ ഇടയിൽ ഓരോ മന്വന്തരം കഴിയുമ്പോഴും താൽക്കാലിക പ്രളയമുണ്ടാവും. അന്നേരം ഏറ്റവും വലിയ പ്രളയം ഉണ്ടാകുന്ന ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം കഴിയുമ്പോഴാണ്. പിന്നെ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും അവസാനിക്കുന്നത് ബ്രഹ്മദേവൻ്റെ ആയുസ് കഴിയുമ്പോഴാണ്. എല്ലാ ബ്രഹ്മദേവന്മാരുടെയും ആയുസ് കഴിയുമ്പോൾ ആ ബ്രഹ്മാണ്ടം അവസാനിച്ച് വീണ്ടും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുകയാണ് മഹാവിഷ്ണു. അങ്ങനെയാണ് സൃഷ്ടി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മദേവൻ മഹാദേവനോട് പറയുന്നു, അങ്ങ് തപസ് ചെയ്യാൻ പറഞ്ഞു. തപസ്സേവ പരം ജ്യോതിർ ഭഗവന്തം മദോക്ഷജം സർവഭൂത ഗുഹാവാസം അജ്ഞസാ വിന്ദതേ പുമാൻ. തപസ്സിലൂടെ മാത്രമേ അധോക്ഷജനായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് പ്രാപിക്കാൻ കഴിയൂ. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാതീതനായിട്ടുള്ള അദ്ദേഹത്തെ. അദ്ദേഹം സർവ്വചരാചരങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമീപിക്കണമെങ്കിൽ തപസ് വേണം. ഇവിടെ പ്രഭുപാദി പറയുന്നു, ബ്രഹ്മദേവൻ രുദ്രരോട് പറഞ്ഞു, തപസ് കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് പ്രാപിക്കാൻ കഴിയൂ. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവ ഉപദേശം തിരേ ജ്ഞാനം. അന്നേരം ഒരു ആധികാരി ഏവം പരമ്പര പ്രാപ്തം, അതൊരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ മാത്രമേ ആ നിർദ്ദേശങ്ങളെ, അന്നേരം ഇവിടെ ബ്രഹ്മദേവന് ഭഗവാനിൽ നിന്ന് ഡയറക്റ്റ് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മദേവൻ തന്നെയാണ് രുദ്രന് തപസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ സൃഷ്ടികർമ്മങ്ങളിൽ നിന്ന് മാറി എന്ത് ചെയ്യുക? തപസ് ചെയ്യാൻ പറയുന്നു. ഇവിടെ പ്രഭുപാദി പറയുന്നു, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റും രുദ്രൻ എപ്പോഴും, മഹാദേവൻ എപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി ഭഗവാന്റെ കാരുണ്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നവരെ രുദ്രൻ്റെതായിട്ടുള്ള സൃഷ്ടികൾ വേണ്ട, അങ്ങ് തപസ്സിൽ ഏർപ്പെടും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മഹാദേവൻ എപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. രുദ്രനിലൂടെ വന്ന സൃഷ്ടി ലോകത്തിന് നാശമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു. അതിന് പകരം തപസ്സാണ് ഏറ്റവും ഉത്തമം. തപസ്, തപോ ദിവ്യം പുത്രകാര്യത്വം. അന്നേരം തപസ്യ ചെയ്യുക എന്നതാണ് നമ്മൾ മനുഷ്യജന്മത്തിൻ്റെയും ലക്ഷ്യം. എന്താണ് തപ? തപ എന്ന് പറഞ്ഞാൽ ചൂട്, അഗ്നി എന്നും ഒരു അർത്ഥമുണ്ട്. പൊതുവെ തപസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും തപോബലം കൂടുന്നതിനനുസരിച്ച് ഒരു ചൂട് അനുഭവപ്പെടും നമുക്ക്. എന്താണ് ഈ തപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരവും മനസ്സും ഏത് ദിശയിലേക്ക് പോകുന്നോ അതിന് വിപരീതമായിട്ടുള്ളൊരു ദിശയിലേക്ക് തിരിച്ച് ശരീരത്തെയും മനസ്സിനെയും ഉപയോഗിക്കുക എന്നതാണ് തപസ്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ശില പ്രഭുപാദി പറയുന്നു, ബുദ്ധിമുട്ടുകൾ സ്വീകരിക്കുക സ്വമേധയാ. എന്തിന്? ഉയർന്ന ലക്ഷ്യത്തിന് വേണ്ടി. നമുക്ക് പല കാര്യങ്ങളിലും താല്പര്യമുണ്ട്, പല വിഷയങ്ങളിലും താല്പര്യമുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ആത്മീയമായിട്ട് നമ്മുടെ പുരോഗതിക്ക് സഹായകരമാകത്തില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുന്നതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ സത്സംഗത്തിലുള്ള ഭക്തർ ആദ്യമൊക്കെ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരായിരുന്നേക്കാം. പക്ഷേ അതൊന്നും ഭക്തിക്ക് അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ ഉപേക്ഷിച്ചു, മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചു. ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള ഭഗവാന്റെ തിരുനാമ ജപമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം, അങ്ങനെ 16 പ്രാവശ്യം, 108 16 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങി. അങ്ങനെ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കുകയും ഭക്തിക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിനെയാണ്
തപസ്യ എന്ന് പറയുന്നത്. ആ തപസ്യയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളെയും വളരെ എളുപ്പമാക്കും. നമ്മുടെ ജീവിതത്തിൽ തപസ്യ ഇല്ല എങ്കിൽ ദൈനംദിന ജീവിതത്തിന് പോലും നെട്ടോട്ടം ഓടേണ്ടി വരും, ഒരുപാട് ഓടേണ്ടി വരുന്നത്. അതായത് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. കാരണം എന്താ, ഈ തപസ്യയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പുണ്യം ലഭിക്കുന്നത്. സത്കർമ്മങ്ങളിലൂടെ നമുക്ക് പുണ്യം ലഭിക്കും, ദുഷ്കർമ്മങ്ങളിലൂടെ നമുക്ക് പാപം ലഭിക്കും. തപസ്യയിലൂടെ സുഹൃതം ലഭിക്കും. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, സുഹൃതം ഏതോ ജന്മത്തിൽ ചെയ്ത സുഹൃതമാണെന്ന്. അന്നേരം ഈ സുഹൃതം എന്ന് പറഞ്ഞാൽ പാപത്തിനും പുണ്യത്തിനും അപ്പുറത്താണ്. ആത്മീയമായിട്ടുള്ള ക്രെഡിറ്റിനെയാണ് സുഹൃതം എന്ന് പറയുന്നത്. ഈ സുഹൃതത്തിലൂടെയാണ് നമ്മൾ ഭഗവാനുമായിട്ട് അടുക്കുന്നതും ആത്മീയമായിട്ട് പുരോഗമിക്കുന്നതും സുഹൃതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം ഈ സുഹൃതം കുറച്ചെങ്കിലും സുഹൃതം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പുണ്യം കിട്ടും. അതായത് ഈ പുണ്യത്തിനും അപ്പുറത്താണ് സുഹൃതം എന്ന് പറയുന്നത്. അന്നേരം ആ തപസ്യ, ആ തപോബലം, യോഗബലം, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഇത് സത്സംഗത്തിൽ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെയുള്ള നമ്മുടെ പൂർവികരെ നോക്കിക്കഴിഞ്ഞാൽ, അച്ഛൻ, അപ്പൂപ്പൻ, അവരെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശാരീരികപരമായിട്ട് അവർ ഒരുപാട് ക്ഷയിച്ചതായിട്ടും പല രോഗങ്ങളുള്ളതായിട്ടും ഒക്കെ തോന്നും. ചിലപ്പോൾ നടക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവരുടെ കണ്ണിലൊരു തിളക്കമുണ്ടെന്നുള്ളത്, അവരുടെ മുഖത്തൊരു ഐശ്വര്യമുണ്ട്. അവർ സംസാരിക്കുമ്പോൾ ഒരുപാട് അർത്ഥമുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. സർവോപരി അവർ ഭഗവാനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. അവർക്കൊരുപാട് കഴിവുകൾ ലഭിച്ചിട്ടുണ്ട്. ശരീരം പ്രവർത്തിക്കുന്നില്ല, ശരീരം വളരെ സ്ലോ ആയിരിക്കാം, പക്ഷെ മനസ്സ് ശാന്തമാണ്. ആത്മീയമായിട്ട് അവർ ഒരുപാട് ആനന്ദത്തിലിരിക്കുകയാണ്. അത് അച്ഛനും അപ്പൂപ്പനും മാത്രമല്ല, അമ്മൂമ്മ, അങ്ങനെയുള്ള മുതിർന്ന പ്രായത്തിലുള്ളവരൊക്കെ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ച് ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് നാമം, നാരായണ നാരായണ ഇങ്ങനെ ജപിച്ചിരിക്കുന്ന ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളാണ്. വളരെ സാത്വിക രീതിയിൽ ജീവിച്ച, ഒരുപാട് തപസ്സും വ്രതങ്ങളും അനുഷ്ഠിച്ച്, അന്നേരം അന്യ ദേവതാ ഉപാസനകൾക്കും അപ്പുറത്തായിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പനിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന അങ്ങനെ മഹാജനങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് മക്കളെയും കൊച്ചുമക്കളെയും കാട്ടിയും ഏറ്റവും കൂടുതൽ ആർത്തിയും ആക്രാന്തം ഉള്ളത് അപ്പൂപ്പനും അമ്മൂമ്മമാർക്കുമാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൂടുതലും അങ്ങനെയാണ്. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കുറച്ചെങ്കിലും ഭക്തിയിൽ താല്പര്യമുണ്ടെങ്കിൽ അത് എങ്ങനെ തടസ്സപ്പെടുത്താം എന്നാണ് ചിന്തിക്കുന്നത്. അവരെപ്പോഴും പറയുന്നതാണ്, ഇതൊന്നും അല്ല പ്രായം, ഇതല്ല പ്രായം ജപിക്കേണ്ടത്, ഇനിയും സമയമുണ്ട്. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാർ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുമില്ല. എല്ലാ കാര്യത്തിലും ഇടപെട്ട് മക്കൾക്കൊരു ഡിസ്റ്റർബൻസാണ്, കൊച്ചുമക്കൾക്കൊരു ഡിസ്റ്റർബൻസാണ്. ഞാൻ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ആർക്കാണ്? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ല മക്കളും കൊച്ചുമക്കളും ഉള്ള അവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന, അവരുടെ കാര്യത്തിൽ പോലും തടസ്സം സൃഷ്ടിക്കുന്ന പൊതുവെയുള്ള അപ്പൂപ്പനും അമ്മൂമ്മമാരെയാണ് നമുക്ക് ഇന്നത്തെ നാളുകളിൽ കാണാൻ പറ്റുന്നത്. എല്ലാ കാര്യത്തിലും തടസ്സം. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനും കുറ്റം കണ്ടുപിടിക്കുന്നതാണ്. നീ വിളക്ക് കത്തിക്കാൻ നോക്കിയാൽ ഇപ്പോഴല്ല വിളക്ക് കത്തിക്കേണ്ടത്, ഇങ്ങനെയാണോ, ഇത് കിഴക്കോട്ടാണോ, ഇങ്ങോട്ടാണോ, ദിശ നോക്കണ്ടേ, ഇത് നോക്കണ്ടേ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തടസ്സപ്പെടുത്താൻ മാത്രം ഉള്ള ആൾക്കാരാണെന്ന് കൂടുതൽ. അവർ സ്വയം എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചാൽ അതുമില്ല. എല്ലാത്തിലും കുറ്റം കണ്ടുപിടിച്ച് എങ്ങനെ മുടക്കാം എന്നുള്ളൊരു ടെൻഡൻസിയാണ്. അതാലോചിച്ചു. എനിവേ, അത് എല്ലാവരും വ്യത്യസ്ത ആൾക്കാരാണ്. അന്നേരം ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ ആയി പോകരുത്. നിങ്ങളും വിവാഹിതരാണ്, നിങ്ങളും അമ്മമാരാണ്, അമ്മൂമ്മമാരാണ്, ഭക്തരങ്ങനെ ആയി പോകരുത്. ഞാൻ പല പ്രാവശ്യവും സത്സംഗത്തിൽ പറഞ്ഞു, പ്രായം കൂടുന്നതിനനുസരിച്ച് ജപം കൂട്ടുക, വായന കൂട്ടുക, ഭൗതിക കാര്യത്തിൽ നിന്നും എത്രത്തോളം മാറി നിൽക്കാമോ അത്രത്തോളം മാറി നിൽക്കുക. ആസ്വാദനത്തിൽ നിന്നും സൗകര്യങ്ങളിൽ നിന്നും എത്രത്തോളം വിരമിക്കാൻ പറ്റുന്നോ അത്രത്തോളം വിരമിക്കുക. നമ്മുടെ ശാരീരിക ആവശ്യകതകളെ കുറയ്ക്കുക.
ലളിതമായിട്ടുള്ള ജീവിതം, ഒരു കംഫർട്ട് ആഗ്രഹിക്കാതിരിക്കുക, ശരീരത്തിന് കൂടുതൽ സുഖങ്ങൾ കൊടുക്കാതിരിക്കുക. എത്രത്തോളം അത് വളരെ മനഃപൂർവ്വം ശരീരത്തെ ടോർച്ചർ ചെയ്യുക എന്നതല്ല ഞാൻ പറയുന്നത്, കുറയ്ക്കുക. ഒരുപാട് വ്യത്യാസമുണ്ട് കുറയ്ക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്നതും കുറയ്ക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ശരീരത്തിൻ്റെ ആവശ്യകതകളെ പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൻ്റെ ആവശ്യകതകളെ കുറച്ച് കൂടുതൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാന്റെ ഭക്തി പരിശീലിക്കുക, നാമം ജപിക്കുക, ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുക. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മളായിട്ട് ഇടപെടരുത്. മക്കൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുക, അവരുടെ കാര്യത്തിൽ തടസ്സപ്പെടുത്തരുത്. അവർ തെറ്റ് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടാലും 1 പ്രാവശ്യം പറയുക, 2 പ്രാവശ്യം പറയുക. അവർ നിർബന്ധം കാണിക്കുകയാണെങ്കിൽ അവർ സ്വയം അവരുടെ അനുഭവത്തിലൂടെ അവർ പഠിക്കട്ടെ എന്ന് ഒരു വിരക്തി വേണം. അല്ലാതെ എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞിട്ടിരുന്ന വെറും മണ്ടത്തരമാണ്. നിങ്ങൾ അവർക്കൊരു ഭാരമായി മാറും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ കൂടുതലും നമ്മുടെ നാമജപത്തിനും ഭക്തിയിലും ഫോക്കസ് ചെയ്യുക. കാരണം എന്തായാലും നിങ്ങൾ എന്നെന്നും അവരുടെ കൂട്ടത്തിൽ കാണത്തില്ല എന്നും കൂടെ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അവർക്ക് കുറച്ച് സമാധാനം കൊടുക്കുക. അവർ ഭൗതികതയിൽ ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ. ഭഗവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയില്ലേ? നിങ്ങൾ നിർബന്ധിപ്പിച്ച് അവരെ ഭക്തിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഭക്തിയും തടസ്സപ്പെടുന്നു, അവർക്കും ഒരു സമാധാനം കിട്ടുന്നില്ല. അവരും ഗോലോത്ത് പോകുന്നില്ല, നിങ്ങളും ഗോലോത്ത് പോകുന്നില്ല. പിന്നെ എന്താണ് പ്രശ്നം? കാരണം നിങ്ങളുടെ ഉള്ളിൽ ആസക്തിയാണ്. എൻ്റെ മക്കള്, എൻ്റെ കൊച്ചുമക്കള്, നിങ്ങൾ ആദ്യം ഗോലോത്ത് പോയെങ്കിലല്ലേ അവർ പോകത്തുള്ളൂ. നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്? നിങ്ങളെ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ രക്ഷപ്പെടുന്നത്? പിന്നെ അവരെ നിർബന്ധിച്ച് അവർ പറയുന്നത് കേൾക്കാത്തപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും, ഫ്രസ്ട്രേഷൻ വരും. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ പറയും. ഉടൻ തന്നെ അവർ ചോദിക്കും, കൊള്ളാം, ഭയങ്കര ഭക്തരാണെന്ന് പറഞ്ഞിട്ട് വായിന്ന് വരുന്ന വാക്കുകൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഇതിനെക്കാട്ടി നല്ലത് നമ്മളാണ്. നാവും ജപിക്കുന്നതൊന്നുമില്ല, എന്നിട്ടും നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കും. നിങ്ങളുടെയൊക്കെ ആണെങ്കിൽ ദേഷ്യം പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനമായി. അതുകൊണ്ട് കുറച്ച് ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കുക ഈ ലോകം എങ്ങനെയാണ്. അല്ലാതെ നാരായണീയം വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ഭഗവത്ഗീതയും പഠിക്കുന്നു, എല്ലാം പഠിക്കുന്നു. പക്ഷെ ഒന്നിനും ആസക്തി പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? കുറെ പ്രായമായില്ലേ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ ജീവിതത്തിന്? അതുകൊണ്ട് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. എന്നിട്ടും അങ്ങോട്ട് കയറി പോവുകയാണെങ്കിൽ ഇപ്പം കിട്ടിയതൊന്നും പോരാ, ഇനിയും കുറെ കിട്ടും. നമ്മൾ വളർത്തിയ മക്കളും കൊച്ചുമക്കളും നിന്ന് തന്നെ തിരിച്ച് എല്ലാം കിട്ടുമെന്നുള്ളതാണ്. ഇത്രയൊക്കെ കിട്ടിയിട്ടും അവസാനം തൃപ്തി വരുന്നില്ലെങ്കിൽ ഇനിയും ഭഗവാൻ കൂടുതൽ തരും. അതുകൊണ്ട് ഉള്ളതും വെച്ച് മിണ്ടാതിരിക്കുക. 50 കഴിയുമ്പോഴേ നമ്മൾ അലർട്ടായിരിക്കും. 50 വയസ്സായി. ഇനി ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലാക്കും, വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. 50 കഴിഞ്ഞാൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിൽ കുത്തിയിരിക്കുന്നതും അതൊന്നും അല്ല റിട്ടയർമെന്റ്. ഉള്ളിൽ നിന്ന് റിട്ടയർമെന്റ് എടുക്കുക. പൊതുവെ റിട്ടയർമെന്റ് സമയത്ത് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ ആ ഓഫീസിലെ ഭരണം മുഴുവൻ വീട്ടിൽ കൊണ്ടുവരുമെന്നുണ്ട്. പ്രത്യേകിച്ച് മിലിറ്ററിക്കാരാണെങ്കിൽ വീട്ടിന്റെ കാര്യം കട്ടപ്പുക. ആ മിലിറ്ററി ഡിസിപ്ലിൻ മുഴുവൻ വീട്ടിൽ കൊണ്ടുവരാൻ. ഭഗവാൻ സർവചരാചരങ്ങളുടെയും നാഥനാണ്. അദ്ദേഹം ആരുടെയും സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല. അദ്ദേഹത്തിൻ്റെയാണ് ഈ ലോകം മുഴുവൻ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിയിരിക്കുകയാണ്. അതേപോലെ നമ്മൾ എൻ്റെ മക്കള്, എൻ്റെ കൊച്ചുമക്കള് എന്നുള്ള ചിന്തകളിൽ നിന്ന് പുറത്തു വന്നിട്ട് അവരെല്ലാം സ്വതന്ത്ര ജീവാത്മാക്കളാണ്, ഇവരെല്ലാം ഭഗവാന്റെ മക്കളാണെന്ന് മനസ്സിലാക്കുക. ഇവർ കുറേ കാലമായിട്ട് അലഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. ഇനിയും കുറേ ജന്മങ്ങൾ അലയാൻ അവർക്ക് താല്പര്യമുണ്ട്. നമ്മൾ എന്തിനാണ് ഇടപെടുന്നത്? നമ്മളെ ഇതുവരെ നന്നായിട്ടില്ല. ഇത്രയും സത്സംഗമൊക്കെ കേട്ടിട്ടും വായിച്ചിട്ടും നമുക്ക് ഇതുവരെ ആസ്വാദന താല്പര്യത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ മക്കളും കൊച്ചുമക്കളും ഇതൊന്നും അറിയാത്തവര്? നമ്മളെക്കാട്ടിയും ബെറ്ററാണ് അവര്. നമ്മളെല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ ഇരിക്കുന്നു.
അവരൊന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും അവർ തന്നെയാണ് ബെറ്റർ കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നും നിർബന്ധ ബുദ്ധിയിൽ നിന്നും പുറത്തു വന്ന് ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ശരീരമല്ല, മനസ്സല്ല, ആത്മാവാണ്. ഈ ആത്മാവ് ഭഗവാന്റെയും ശ്രീമതി രാധാരൻ്റെ അംശമാണ്. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, തിരിച്ച് ശ്രീമതി രാധാരണിയെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക ഒരേ ഒരു ലക്ഷ്യമേ നമുക്കുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എത്തണം. അപ്പോൾ എന്താവും? നമ്മുടെ ആ തപോബലം വർദ്ധിക്കും, യോഗബലം വർദ്ധിക്കും. അന്നേരം നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്തുവാണ്? ഒരു ആകർഷണം, നമ്മുടെ ശബ്ദത്തിനൊരു ബലം വരും. അതായത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിക്കുന്ന സമയത്ത് നന്നായി അത് പെട്ടെന്ന് തന്നെ മുറിയും പച്ചക്കറികളൊക്കെ. പക്ഷേ മൂർച്ചയില്ലാത്ത കത്തി വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ടാവത്തില്ല. അതാണ് തപോബലത്തിൻ്റെ പ്രയോജനം. നമ്മുടെ തപോബലമുള്ള സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ശബ്ദത്തിന് അത്രത്തോളം ശക്തി കാണും. അല്ലാതെ നമ്മൾ 100 പ്രാവശ്യം 1000 പ്രാവശ്യം എത്ര കാര്യം പറഞ്ഞാലും മുന്നിലുള്ള വ്യക്തി കേൾക്കണമെന്ന് നിർബന്ധമില്ല. ഇനി എത്ര തപോബലം ഉണ്ടെങ്കിലും മുന്നിലുള്ള വ്യക്തി കേൾക്കണ്ട എന്ന് ഉറച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും നിർബന്ധിച്ചിട്ടൊരു കാര്യമില്ല. നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ ടൈം എനർജി വേസ്റ്റ് ആക്കുകയാണ്. പിന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അന്നസറി ഇടപെടുകയാണ്. അങ്ങനെ അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൃഷ്ടി നമ്മുടേതല്ല, ഈ പ്രപഞ്ചം ഭഗവാന്റേതാണ്. ഇതിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ആ പരമോന്നതനായിട്ടുള്ള ഈശ്വരനാണ്. അന്നേരം ഭഗവാന്റെയാണ് ഈ ലോകം, എല്ലാം ഭഗവാന്റേതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ജീവാത്മാക്കളും അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് ഇത് മനസ്സിലാക്കുക. അന്നേരം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ പ്ലാൻ നമ്മുടെ പ്ലാനാക്കി മാറ്റുക. അദ്ദേഹത്തിന് മൊത്തത്തിൽ ഈ പ്രപഞ്ചത്തിന് വലിയൊരു പ്ലാനുണ്ട്. അതിൻ്റെ ഭാഗികമായിട്ടുള്ളൊരു പ്ലാൻ നമുക്ക് വേണ്ടിയുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷെ പ്രശ്നം എന്താ? ഭഗവാന് മൊത്തത്തിലൊരു പ്ലാൻ ഉണ്ട്, അത് നമ്മൾ അറിയാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ നമ്മുടെ പ്ലാൻ അങ്ങോട്ട് ഭഗവാനെ അറിയിക്കുകയാണ്, എന്നിട്ട് ഭഗവാനെ നിർബന്ധിപ്പിക്കുകയാണ്. ഭഗവാനെ, ഇതാണ് എൻ്റെ പ്ലാൻ കേട്ടോ, ഇതൊക്കെ ശരിയാണോ, എൻ്റെ വീട്ടിലെ ഇത് ശരിയാണോ, ഇതൊക്കെ ശരിയാണ്, കുട്ടികളുടെ ഇതാണോ അതാണോ ഇതാണോ, എന്നിട്ട് എൻ്റെ ആരോഗ്യ പ്രശ്നം മാറ്റണം, ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങെടുത്ത് വേണ്ടി ഇത് ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് ഭഗവാന് നിബന്ധനകൾ വയ്ക്കുകയാണ്, കണ്ടീഷൻസ് അപ്ലൈ. ഞാൻ അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട് ഭഗവാൻ. എന്താണ്? എൻ്റെ എല്ലാ കാര്യവും അങ്ങ് ശരിയാക്കി തരണം. എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയാൽ ചിലപ്പോൾ ഞാൻ വന്നേക്കാം അങ്ങയുടെ സേവനം ചെയ്യാൻ വേണ്ടി. ഭഗവാൻ പറയുക, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നീ നിന്റെ ഇഷ്ടം, നീ നിന്റെ കണ്ടീഷൻസ് കൊണ്ട് പോകാൻ പറയും. എന്തിന്? ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ സേവനത്തിൽ ഫുള്ളായിട്ട് ഏർപ്പെടാമെന്ന്. ഭഗവാൻ പറയും, എനിക്ക് നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല, നീ നിന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യണം. അതുകൊണ്ട് ഭഗവാൻ സ്വാമിയാണ്, നമ്മുടെ ഉടയോനാണ്. അദ്ദേഹമാണ് ഇങ്ങോട്ട് കണ്ടീഷൻസ് വയ്ക്കുക. അദ്ദേഹം ഒരു കണ്ടീഷൻസും വെക്കുന്നില്ലല്ലോ നമുക്ക്, പക്ഷെ നമ്മൾ അങ്ങോട്ടാണ് കണ്ടീഷൻസ് വെക്കുന്നത്. അദ്ദേഹം പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ. ഒരു പുല്ലും നിന്റെ ഒരു മണ്ണാങ്കട്ട എനിക്ക് വേണ്ട, ഒരു സാധനവും എനിക്ക് വേണ്ട, നീ മാത്രം വന്നാൽ മതി, ഒന്നും വേണ്ട, നീ മാത്രം വന്നാൽ മതി, നിന്റെ കാര്യമെല്ലാം ഞാൻ നോക്കിയോളാണെന്ന് ഭഗവാൻ പറയുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? പക്ഷെ നമ്മളെന്താ പറയുന്നത്? എൻ്റെ എല്ലാ കാര്യവും ശരിയാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വന്നേക്കാം. ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഭഗവാൻ പറയും, ഓക്കെ ശരി, നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. അപ്പോഴത്തേക്ക് മുകളിലോട്ട് പോകാൻ സമയമായി, പക്ഷെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. അടുത്ത ജന്മം ഭഗവാൻ, ഈ ജന്മത്തിൽ എൻ്റെ എല്ലാ കാര്യവും ശരിയാക്കിയാൽ ഞാൻ എല്ലാം അങ്ങേക്ക് വേണ്ടി, എല്ലാം എൻ്റെ ജീവിതമേ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കാൻ പറയും. അടുത്ത ജന്മം, ഇങ്ങനെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു.
നമ്മളിവിടെ തന്നെ, ഭഗവാൻ അവിടെ തന്നെ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ആയിരിക്കണം അല്ലേ? നമ്മളാണ് ഭഗവാന്റെ സ്ഥാനത്തേക്ക് എന്നേ നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പോയനെയാണ്. ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. ഭഗവാൻ കാരുണ്യപൂർവ്വം വിചാരിക്കുന്നു, ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടി എന്നാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. അടുത്ത 20ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച ഏവം ആത്മഭുവാ പരിക്രമ്യ ഗിരാം പതിം ബാധം ഇതി അമും ആമന്ത്ര്യ വിവേശ തപസേവനം. മൈത്രേഷി പറഞ്ഞു, അങ്ങനെ രുദ്രൻ ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മദേവനെ പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് പോയി. അഥ അഭിധ്യാഥാ സ്വർഗം ദശപുത്ര പ്രജാനിര ഭഗവത് ശക്തിയുക്തസ്യ ലോകസന്താനഹേതവ. ഭഗവാന്റെ തന്നെ ആവേശശക്തിയാൽ പ്രേരിതനായ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ബ്രഹ്മദേവനിൽ നിന്നും 10 പുത്രന്മാർ വന്നു എന്ന് പറയുന്നു. മരീചിർ അത്രി അംഗീരസു പുലസ്ത്യാ പുലഃ കൃതോ ഭൃഗു വസിഷ്ഠ ദക്ഷ ചാദശമഃ തത്ര നാരദ. മരീചി ഋഷി, അത്രി, അംഗീരസ്, പുലസ്ത്യൻ, പുലഹൻ, കൃതോ, ഭൃഗു ഋഷി, വസിഷ്ഠൻ, ദക്ഷൻ, 10ാമത്തെ ആള് നല്ല കിടിലമായ നാരദ മഹർഷി. നാരദ മഹർഷിക്ക് ജയ്. എന്നാൽ ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നു, ഈ സൃഷ്ടിയുടെ ലക്ഷ്യം എന്താണ്? ജീവാത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് സെന്ററാണ്. ഈ ലോകം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതല്ല, നമ്മുടെ തെറ്റുകളെ തിരുത്തി ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ജയിലിന്റെ ഉദ്ദേശം എന്താണ്? ജയിലാണെന്ന് മനസ്സിലാക്കി തിരിച്ച് ജയിലിൽ നിന്നും മോചിതനാകുക, ആ ക്രിമിനൽ മെന്റാലിറ്റി മാറ്റുക എന്നതാണ് ജയിലിന്റെ ലക്ഷ്യം. അതേപോലെ ഇവിടെ പറയുന്നു, ബ്രഹ്മദേവൻ രുദ്രനെ സൃഷ്ടിച്ചു സൃഷ്ടികർമ്മങ്ങളിൽ സഹായിക്കാൻ വേണ്ടി. പക്ഷേ ആ സൃഷ്ടി ഈ ലോകത്തിന്റെ സംഹാരത്തിന് കാരണമായി മാറുകയായിരുന്നു. അപ്പോൾ അത് നിർത്തി തപസ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മദേവൻ അടുത്ത കുറച്ച് കുട്ടികളെ സൃഷ്ടിച്ചു. അവർ ഭൗതിക കർമ്മത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായവർ. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി, ഭക്തി ഇല്ലാതെ ഇതെല്ലാം വെറുതെയാണ്. അതുകൊണ്ട് ഭക്തി കാര്യങ്ങൾക്ക് പ്രേരണ നൽകാനായിട്ട് നാരദ മഹർഷിയെ കൊണ്ടുവന്നു. അദ്ദേഹമാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗുരു, പ്രഥമ ഗുരു എന്ന് പറയും. ബ്രഹ്മദേവനാണ് ഗുരു, പക്ഷേ എന്നാലും ഭക്തിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വ്യക്തി, അതാണ് നാരദ മഹർഷി. നാരം പരമാത്മ വിഷയി ദധാതി നാരദ എന്ന് പറയുന്നു. നരന്മാർക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള അറിവുകൾ പറഞ്ഞു നൽകുന്ന വ്യക്തി നാരദ. അതാണ് നാരദ മഹർഷിയുടെ അർത്ഥം. ആലോചിച്ച് നോക്കും. അന്നേരം നമ്മുടെ എല്ലാം പ്രഥമ ഗുരു അവതരിച്ചു നാരദ മഹർഷി. ആലോചിച്ച് നോക്കൂ, നാരദ മഹർഷിയെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭക്തരും അദ്ദേഹത്തിന്റെ ശിഷ്യരാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യരല്ലാതെ ആരെയും നമുക്ക് കാണാൻ കഴിയില്ല. വാൽമീകി ഋഷി, വ്യാസ മഹർഷി, ധ്രുവൻ, പ്രഹ്ലാദൻ, പാണ്ഡവര് എല്ലാം ഒരു ലിസ്റ്റാണെന്നുള്ള വലിയൊരു ലിസ്റ്റാണ് അദ്ദേഹത്തിന്റെ ശിഷ്യർ. എവിടെയാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയാത്തത്? പരമകാരുണ്യാവതാരമാണ് നാരദ മഹർഷിയുടെ ഭക്തി അവതാരം. ഭഗവാന്റെ ഭക്തി ശക്തിയെ ആവേശിപ്പിച്ച് ഒരു ജീവാത്മാവിൽ ഭഗവാന്റെ ഭക്തി ശക്തിയെ നിറച്ചുകൊണ്ട് ആ വ്യക്തി ഭക്തിയെ പ്രചരിപ്പിക്കാൻ വേണ്ടി വരികയാണ് നാരദ മഹർഷി. അദ്ദേഹത്തിന്റെ മുമ്പിൽ ആരായാലും ശരി അവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരുന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഭഗവാന്റെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.
കംസന്റെ അടുത്ത് ഭഗവാനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കംസൻ എപ്പോഴും ഭഗവാനെ മാത്രമേ കാണാൻ പറ്റൂ, പക്ഷെ ശത്രുഭാവത്തിലാണ്. അതുകൊണ്ട് കംസന്റെ ഉള്ളിൽ കൃഷ്ണനെ കുറിച്ചുള്ള ശത്രുഭാവം വർദ്ധിപ്പിച്ചു. അവനെ എപ്പോഴും ഭഗവാനെ മാത്രമേ കാണാൻ പറ്റുമായിരുന്നു. നാരദ മഹർഷിക്ക് ജയ്. ഹരേ കൃഷ്ണ. അന്നേരം മറ്റുള്ള എല്ലാ പുത്രന്മാരിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? നാരദ മഹർഷിയാണ്. ഉത്സംഗാത് നാരദോ ജജ്ഞേ ദക്ഷോ അങ്കുഷ്ടത് സ്വയംഭുവ പ്രാണത് വസിഷ്ഠ സഞ്ജാതോ ഭൃഗുസ്ത്വജീകരാത് കൃതു. അന്നേരം ബ്രഹ്മദേവനിൽ നിന്ന് നാരദ മഹർഷി വന്നു. അന്നേരം ഇവിടെ പറയുന്നു, ബ്രഹ്മദേവൻ നാരദ മഹർഷി വരുന്നത് ഉത്സംഗാത് നാരദ ജജ്ഞേ. ഉത്സംഗാത് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മദേവന്റെ ഉയർന്ന ചിന്തയിൽ നിന്നാണ് നാരദ മഹർഷി വന്നത്. 10 പുത്രന്മാര് വരുന്നത് 10 രീതിയിലാണ്. അതായത് ആദ്യം 4 കുമാരന്മാരെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. എന്നിട്ട് 4 കുമാരന്മാരോട് ദേഷ്യം വന്നപ്പോൾ ഇരുപുരികത്തിന്റെയും മധ്യത്തിൽ നിന്നാണ് രുദ്രൻ വന്നത്. അതേപോലെ നാരദ മഹർഷി വരുന്നത് ബ്രഹ്മദേവന്റെ ഉയർന്ന ചിന്താഗതിയിൽ നിന്നാണ്. ബ്രഹ്മദേവൻ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് നാരദ മഹർഷി വരുന്നത്. ഹരേ കൃഷ്ണ. പൊതുവെ ഗർഭാധാന സംസ്കാരം എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ളൊരു കർമ്മമുണ്ട്. ദമ്പതികൾ ഒരു സത്സന്താനത്തിനെ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ വ്രതങ്ങൾ അനുഷ്ഠിച്ച് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ച് മന്ത്രജപത്തിൽ ഭഗവാന്റെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ അങ്ങനെ ജപിച്ചുകൊണ്ടും ഭഗവാനോട് സേവനങ്ങൾ ചെയ്തുകൊണ്ടും ഒരു സത്സന്താനത്തിനെ ആഗ്രഹിക്കുമ്പോൾ നല്ല കിടിലം വ്യക്തിയായിരിക്കും വരുന്നത്. അല്ലാതെ കുട്ടികൾ ഉണ്ടാവുന്ന അത് പട്ടികൾക്കും പൂച്ചകൾക്കും വരെ സൃഷ്ടിക്കാൻ കഴിയും. അത് വലിയ കാര്യമില്ല, അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഒരു മഹാപുരുഷനെയോ മഹാഭക്തിയെയോ ഈ ലോകത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് നല്ല തപസ് വേണം. കുറഞ്ഞത് 1 വർഷമെങ്കിലും കാത്തിരുന്നു കൊണ്ട്, 1 വർഷമോ അല്ലെങ്കിൽ പറ്റുന്നിടത്തോളമോ കാത്തിരുന്നു കൊണ്ട് തപസ് വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് അവർ ഒന്നിക്കുന്ന സമയത്ത് വരുന്ന ആ കുട്ടി മഹാത്മാവായിരിക്കും. മഹാത്മാവ്. കാരണം ആ അച്ഛൻ്റെയും അമ്മയുടെയും ആ ബോധത്തിനനുസരിച്ചുള്ള ഒരു ജീവാത്മാവായിരിക്കും ഈ ലോകത്തേക്ക് വരുന്നത്. അങ്ങനെയുള്ള ജീവാത്മാക്കൾ വളരെ ശ്രേഷ്ഠമാണ്. ഇതേപോലെ ബ്രഹ്മദേവന്റെ ഉയർന്ന ചിന്താഗതിയിൽ നിന്നാണ് നാരദ മഹർഷി വന്നതെന്ന് പറഞ്ഞു. വസിഷ്ഠ മുനി വന്നത് നാരദ മഹർഷിയുടെ ശ്വാസത്തിൽ നിന്നാണ്. ദക്ഷൻ വന്നത് ബ്രഹ്മദേവന്റെ അങ്കുശത്തിൽ നിന്നാണ്, തള്ളവരലിൽ നിന്നാണ് പറയുന്നത്. ഭൃഗുമുനി വന്നത് സ്പർശനത്തിൽ നിന്നും, കൃതു വന്നത് കയ്യിൽ നിന്നുമാണെന്ന് പറയുന്നു. ഇവിടെ ശ്രീല പ്രഭുപാദജി പറയുന്നു, ബ്രഹ്മദേവന്റെ ആ ഉയർന്ന ചിന്താഗതിയിൽ നിന്നാണ് നാരദ മഹർഷി വന്നത്. ഭഗവാനെ ആർക്കും കൊടുക്കാൻ നാരദ മഹർഷിക്ക് കഴിയുന്നു. ഇതിനെക്കുറിച്ച് അതിമനോഹരമായിട്ടുള്ളൊരു കീർത്തനം നമ്മൾ പാടിയിട്ടുണ്ട് ഇതിനു മുമ്പേ സത്സംഗത്തിൽ. ഓ വൈഷ്ണവ ഠാകുര ദയാർ സാഗര യേദാസേ കരുണാകുരി. ഓ വൈഷ്ണവ ഠാക്കൂർ. ഠാക്കൂർ എന്ന് പറഞ്ഞാൽ സ്വാമി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്വാമി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അർത്ഥം എന്താണ്? നമ്മൾ പൊതുവെ സന്യാസി വര്യന്മാരെയാണ് സ്വാമി എന്ന് വിളിക്കുന്നത്. പക്ഷെ സ്വാമി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് സ്വത്തുള്ള വ്യക്തിയാണ് സ്വാമി എന്ന് വിളിക്കുന്നത്. അതൊരു ശരിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് അവരെ ഠാക്കൂർ എന്ന് പറയുന്നത്, വൈഷ്ണവ ഠാക്കൂർ. കാരണം നമ്മുടെ കയ്യിലുള്ള സ്വത്ത് വകകളൊക്കെ തീരും, ആരെങ്കിലുമൊക്കെ അടിച്ചു മാറ്റും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് കുറച്ചു കാലമേ നമ്മുടെ കയ്യിൽ അതൊക്കെ കാണും. ഒന്നുകിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തട്ടി പറിച്ചു കൊണ്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ മണ്ടത്തരം കൊണ്ട് അതെല്ലാം പോകുന്നു. പക്ഷെ ഈ ഒരു രത്നം അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇതാണ് കൃഷ്ണൻ, അല്ലേ? ശ്രീ രാധാകൃഷ്ണ പ്രേമ.
അതാണ് ഒരു വൈഷ്ണവന്റെ സ്വത്തെന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? കൃഷ്ണ സേ തോമാര കൃഷ്ണ ദീതേ പാരോ ദായി തവ പാചേ പാചേ. കൃഷ്ണൻ അങ്ങയുടെ സ്വത്താണ്. കൃഷ്ണനെ ആർക്കും അങ്ങേക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് അങ്ങയുടെ പുറകെ നടക്കുകയാണ്. എന്തുകൊണ്ട്? അങ്ങയിൽ നിന്ന് ഒരു കൃഷ്ണനെ എനിക്ക് തരുമോ? കാരണം ഒരു വൈഷ്ണവന്റെ ഉള്ളിൽ കൃഷ്ണന്റെ ഒരു സമുദ്രം നിറഞ്ഞു നിൽക്കുകയാണ്. വലിയൊരു സമുദ്രം. അതിൽ ഓരോ തുള്ളികളും കൃഷ്ണനാണ്. ഓരോ തുള്ളിയും ഭഗവാന്റെ നാമമാണ്. അന്നേരം ഒരു വൈഷ്ണവന്റെ ഉള്ളിൽ കൃഷ്ണ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിൽ കൃഷ്ണൻ ഉണ്ടെന്നുള്ളതാണ്. അന്നേരം കൃഷ്ണഭക്തിയുടെ വലിയൊരു സമുദ്രം ഒരു വൈഷ്ണവന്റെ ഉള്ളിലുണ്ട്. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണ കൃഷ്ണ ഭൂലി, കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈഷ്ണവന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ യാചിക്കുകയാണ്. ഒരു കൃഷ്ണനെ എനിക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഒരു ഭക്തൻ ഒരു വൈഷ്ണവനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് അതിവിടെ പറയുകയാണ്. അന്നേരം നാരദ മഹർഷിയുടെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ആർക്കും കൃഷ്ണനെ കൊടുക്കാൻ പറ്റും. ഇതിന്റെ പൂർവ്വജന്മത്തിൽ നാരദ മഹർഷി ഒരു പാവപ്പെട്ട ഒരു അമ്മയുടെ മകനായിട്ടായിരുന്നു. അന്നേരം തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭഗവാനെ ഹൃദയത്തിൽ കണ്ടു. ചതുർബാഹു രൂപത്തിൽ ശംഖുചക്ര ഗദാപത്മത്തോടുകൂടി പീതാംബരം ധരിച്ചുകൊണ്ട് ഭഗവാൻ കമൽ നയൻ, അതീവ സുന്ദരമായിട്ടുള്ള വക്ഷസ്ഥലവും കൗസ്തുഭമണിയും നാഭിയൊക്കെ കണ്ട് രോമാഞ്ചം കൊണ്ട് നാരദ മഹർഷി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ചിരിയും കണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായ ദർശനം. ഉടൻ തന്നെ വലിയൊരു നിധി നഷ്ടപ്പെട്ടതുപോലെ നാരദ മഹർഷി കണ്ണു തുറന്നു നോക്കി, കാണുന്നില്ല. ഉള്ളിൽ നോക്കി, ഉള്ളിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കി, അന്തർഭാഗത്ത് എവിടെയാണ് ആള്, എവിടെ പോയി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനെ നമ്മൾ സങ്കല്പത്തിലൂടെയല്ല കാണുന്നത്, ഭഗവാന്റെ ആ ഒരു ദർശനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഭഗവാൻ നമ്മളെ കാണാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഹൃദയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ രൂപം തെളിഞ്ഞു വരുന്നത്. അല്ലാതെ നമുക്ക് അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല. എത്ര ശരീരത്തിനെയും മനസ്സിനെ നിയന്ത്രിച്ചാലും എത്ര സങ്കല്പിച്ചെടുത്താലും അദ്ദേഹത്തെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ കഴിയില്ല. അദ്ദേഹം സ്വയം നമ്മളെ കാണണം എന്ന് വിചാരിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ. നാരദ മഹർഷി സങ്കല്പിച്ചെടുത്ത രൂപമല്ലായിരുന്നു ഭഗവാന്റെ. ഭഗവാൻ ദർശനം നൽകി. ആ രൂപത്തെ കണ്ടുകൊണ്ട് നാരദ മഹർഷി സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ രൂപം നഷ്ടപ്പെട്ടു. അപ്പോൾ നാരദ മഹർഷി കണ്ണു തുറന്നു നോക്കി, കാണാനില്ല. വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ജന്മത്തിൽ ഇനി എന്നെ നിനക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? കുറച്ചും കൂടെ സേവനം നീ ചെയ്യാൻ ബാക്കിയുണ്ട്. സേവനം പൂർണ്ണമായിട്ടില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നിന്റെ ഉള്ളിൽ ഭൗതിക കൽമഷങ്ങൾ കുറച്ച് ബാക്കിയുണ്ട്, വളരെ കുറച്ചായിട്ട്. ആ ഉള്ള കൽമഷങ്ങൾ മാറുകയും ചെയ്യണം. എനിക്ക് വേണ്ടി സേവനം പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടില്ല, ഇനി നീ സേവനങ്ങൾ ചെയ്യണം. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, ഉള്ളിൽ ആഗ്രഹങ്ങളെ മാറ്റണം, ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യണം. ഇതിലൂടെ മാത്രമേ കൃഷ്ണനെ കാണാൻ കഴിയൂ. സേവനം ചെയ്യാത്തവർക്ക്, ഉള്ളിൽ ആഗ്രഹങ്ങളെ സൂക്ഷിച്ചു വെക്കുന്നവർക്ക് കൃഷ്ണനെ ഒരിക്കലും കാണാൻ കഴിയില്ല. ഭഗവാൻ ആഗ്രഹിക്കാതെ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. നമ്മളെ കാണാൻ ഭഗവാൻ ആഗ്രഹിക്കണം. ഭഗവാന് താല്പര്യം ഉണ്ടായിരിക്കണം നമ്മളെ കാണാൻ. അപ്പോൾ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയൂ. നമുക്ക് എത്രയോ മണിക്കൂർ ലൈൻ നിൽക്കാം, അല്ലെങ്കിൽ നമ്മുടെ പിടിപാട് കൊണ്ട് കോണ്ടാക്ട്സ് വെച്ചിട്ട് ലൈനിൽ നിന്നും രക്ഷപ്പെട്ട് നമുക്ക് പെട്ടെന്ന് ഗർഭഗൃഹത്തിനകത്ത് പോയി ഗുരുവായൂരപ്പനെ കാണാൻ പറ്റും. പക്ഷെ ഗുരുവായൂരപ്പൻ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കണ്ടാലും കണ്ടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ ഈ ലോകത്ത് നമ്മൾ എവിടെയാണെങ്കിലും, ഗുരുവായൂരിലല്ലെങ്കിൽ പോലും ഗുരുവായൂരപ്പൻ നമ്മളെ കാണാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത്, നമ്മൾ എവിടെയാണെങ്കിലും അദ്ദേഹം എത്തും എന്നുള്ളതാണ്. കുറൂരമ്മ ഒരിക്കലും ഗുരുവായൂരിൽ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഹൃദയം കൊണ്ട് കൃഷ്ണനുമായിട്ട് അടുക്കണം. ഹൃദയത്തിൽ വേറൊരു പുല്ല് സാധനങ്ങളും വെക്കരുത്, വേറൊരു മാലിന്യങ്ങളും പാടില്ല. ഉള്ളിൽ ഭഗവാനും ശ്രീമതി രാധാരണിയും മാത്രം. എന്നിട്ട് ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അന്നേരം ഭഗവാൻ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന എപ്പോഴാണ്? ഭഗവാന് വേണ്ടി അത്രത്തോളം നിസ്വാർത്ഥമായിട്ട് നമ്മൾ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ചിന്തിക്കും, എനിക്ക് വേണ്ടി ഇത്രയും സേവനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് ആ ഭക്തനെയോ ഭക്തയോ ഒന്ന് നേരിട്ട് കാണണമല്ലോ എന്ന് പറയും. ഒരു പക്ഷേ അദ്ദേഹം വരുന്ന സമയത്ത് നമ്മൾ അറിയത്തു പോലും ഇല്ല. അദ്ദേഹത്തിന് എവിടെ ഇരുന്നാലും നമ്മളെ കാണാൻ കഴിയും, എല്ലാം കേൾക്കാനും കഴിയും. പക്ഷേ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി അത്രത്തോളം ആത്മാർത്ഥമായിട്ടും നിസ്വാർത്ഥമായിട്ടും സേവനങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം നേരിട്ട് നമ്മുടെ അടുത്തെത്തുന്നതാണ്. നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദവും കേൾക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളെ അദ്ദേഹം കാണുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്തായിരിക്കും ചിലപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. ആ സ്പർശനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ അടുത്ത് കാണും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അതേപോലെ നാരദ മഹർഷിക്ക് ഭഗവാൻ അതിസുന്ദരമായിട്ടുള്ള ദർശനം കൊടുത്തു. പിന്നെ പെട്ടെന്ന് തന്നെ ദർശനം ഭഗവാൻ മറച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വേണ്ടപോലെ ഇനിയും സേവനങ്ങൾ ചെയ്യണം, ഉള്ളിലെ മാലിന്യങ്ങൾ ഇനിയും പോകണം എന്ന് നാരദ മഹർഷി പറഞ്ഞു. എന്നിട്ട് നാരദ മഹർഷി പറയുന്നു, അങ്ങനെ ആ ഭഗവാനെ കണ്ട ഓർമ്മയിൽ ഞാൻ ശേഷകാലം അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളും പാടി നാമവും ജപിച്ച് ഒരുപാട് കീർത്തനങ്ങൾ ആലപിച്ച് പല പല സ്ഥലങ്ങളിലും പോയെന്ന് പറഞ്ഞു. അവസാനം തിരിച്ചു പോകാൻ സമയമായപ്പോൾ അദ്ദേഹം അടുത്ത ബ്രഹ്മസൃഷ്ടിയിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാരദ മഹർഷി വരികയാണ്. എന്നിട്ട് മുന്നോട്ട് നമ്മൾ കേട്ടു, ഇത് ആദ്യമേ നമ്മൾ പഠിച്ചതാണ്. വ്യാസമഹർഷി ഇത് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ ബ്രഹ്മസൃഷ്ടിയിൽ നിന്ന് വന്നിരിക്കുകയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ നാമം ഒന്ന് ഉച്ചരിക്കുക പോലും വേണ്ട, കൃഷ്ണ എന്ന് മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്നു കഴിയുന്നതാണ്. അത്രയ്ക്ക് അടുത്ത കോണ്ടാക്റ്റാണ്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ കൃഷ്ണ എന്ന് പറയുന്നതിന് മുമ്പേ, കൃഷ്ണ എന്ന് ആ വാക്ക് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ കൃഷ്ണൻ ഹൃദയത്തിൽ വന്ന് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ക്ലോസ് കോണ്ടാക്റ്റ് ആയി ഇപ്പം കൃഷ്ണനുമായിട്ട്. അതാണ് ഇവിടെയും ശ്രീല പ്രഭുപാദി പറയുന്നത്, നാരദ മഹർഷിയുടെ ഉള്ളിൽ കൃഷ്ണനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ആർക്ക് വേണമെങ്കിലും കൃഷ്ണനെ കൊടുക്കാൻ കഴിയും നാരദ മഹർഷിക്ക്. എന്നാൽ ഇവിടെ ശ്രീല പ്രഭുപാദി പറയുന്നു, വേദജ്ഞാനം കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ കോടാനുകോടി തപസ്സുകൾ ചെയ്തുകൊണ്ടോ അദ്ദേഹത്തെ പ്രാപിക്കാൻ കഴിയില്ല. പക്ഷേ നാരദ മഹർഷിയെ പോലെയുള്ള പരിശുദ്ധ ഭക്തരിലൂടെ മാത്രമേ. നാരദ മഹർഷിക്ക് ഒരു ജീവാത്മാവിനോട് കാരുണ്യം തോന്നണം. അന്നേരം ഒരു ഭഗവാന്റെ പരിശുദ്ധ ഭക്തന് ഒരു ജീവാത്മാവിനോട് കാരുണ്യം തോന്നുമ്പോൾ മാത്രമേ, ആ പരിശുദ്ധ ഭക്തനിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃഷ്ണൻ വരും എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ശ്രീല പ്രഭുപാദി പറയുന്നു, നരന്മാർക്ക് നാരായണനെ നൽകുന്ന വ്യക്തി, അങ്ങനെ അർത്ഥമുണ്ട്. നാരദ മഹർഷിയുടെ സാക്ഷാൽ നാരായണനെ നൽകാൻ പറ്റും. പരമപുരുഷനായ നരനെ ജീവാത്മാക്കൾക്ക് നൽകാൻ കഴിയും. അതാണ് നാരദൻ എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു, നാരദ മഹർഷിക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് കാരുണ്യം തോന്നിയ ഏത് ജീവാത്മാവിൻ്റെ ഉള്ളിലും ഭക്തിരസത്തെ നൽകാൻ പറ്റും. നാരദ മഹർഷിക്ക് ഒരു ജീവാത്മാവിനെ ശാന്തരസത്തിൽ, ദാസ്യരസത്തിൽ, സാഖ്യരസത്തിൽ, വാത്സല്യരസത്തിൽ, മാധുര്യരസത്തിലും കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ ഒരു പരമ്പരയിലാണ്
നമ്മൾ വരുന്നത് അല്ലേ. ശ്രീല പ്രഭുപാജിയുടെ അടിയൻ്റെ ഗുരുമഹാരാജിലൂടെയൊക്കെ ഈ അറിവുകൾ നമുക്ക് ലഭിക്കുകയാണ്. ഈ ഒരു പരമ്പരയിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നാരദ മഹർഷിയുടെ ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് പരമോന്നത സിദ്ധി എന്ന് ഇവിടെ ശ്രീല പ്രഭുപാദി പറയുന്നു. അതായത് നമ്മൾ എവിടെ നിന്ന് വരുന്നു അവിടെ തിരിച്ചെത്തുന്നതാണ് മഹാസിദ്ധി. ബാക്കിയെല്ലാം ഇവിടെ തന്നെ നിൽക്കും. പുലഹോ നാവിദോ ജജ്ഞേ പുലസ്ത്യാ കർണയോ ഋഷി അംഗീരമുഖതോ കൃഷ്ണോത്രീർ മരീചിർ മനസോഭവത്. പുലസ്ത്യ ഋഷി ബ്രഹ്മദേവന്റെ ചെവിയിൽ നിന്ന് വരുന്നു, അംഗീരസ മുനി വായിൽ നിന്ന് വരുന്നു, അത്രി ഋഷി കണ്ണുകളിൽ നിന്ന് വരുന്നു, മരീചി ഋഷി മനസ്സിൽ നിന്ന് വരുന്നു, പുലഹ ഋഷി ബ്രഹ്മദേവന്റെ നാഭിയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. ധർമ്മസ്ഥനാദക്ഷിണാദോ യത്ര നാരായണ സ്വയം അധർമ്മ പൃഷ്ഠതോ യസ്മാൻ മൃത്യുലോകഭയങ്കര. അന്നേരം ധർമ്മം ബ്രഹ്മദേവന്റെ വക്ഷസ്ഥലത്ത് നിന്ന് വരുന്നു. അവിടെ തന്നെയാണ് സാക്ഷാൽ ശ്രീമദ് നാരായണൻ ഇരിക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ട് അധർമ്മം ബ്രഹ്മദേവന്റെ പുറം ഭാഗത്ത് നിന്ന് വന്നു. അവിടെ തന്നെയാണ് മരണവും ഇരിക്കുന്നത് എന്ന് പറയുന്നു. ഹൃദി കാമോ ഭ്രുവക്രോധോ ലോഭശ്ചാദരാഗച്ഛതാ തസ്യദ്വാ സിന്ധവോ മേത്രാൻ നിർത്തിർവായുരാഗശ്രയ. കാമം, ഭൗതിക ആഗ്രഹങ്ങൾ ഇതെല്ലാം ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ നിന്ന് വന്നു. ക്രോധം ബ്രഹ്മദേവന്റെ ഇരുപുരികത്തിൽ നിന്നും വന്നു. പിന്നെ അത്യാഗ്രഹം ചുണ്ടിൽ നിന്ന് വന്നു. സംസാരിക്കാനുള്ള കഴിവുകൾ ജീവാത്മാക്കളുടെ വായിൽ നിന്ന് വന്നു. എന്നിട്ട് ജനനേന്ദ്രിയത്തിൽ നിന്നും സമുദ്രങ്ങൾ വന്നു. എന്നിട്ട് അധമ പ്രവർത്തികൾ അദ്ദേഹത്തിന്റെ ഗുദത്തിൽ നിന്നും വന്നു. പാപകർമ്മങ്ങളുടെ എല്ലാ ഉറവിടം അതിൽ നിന്ന് പറയുന്നു. ഇവിടെ പറയുന്ന ഒരു ജീവാത്മാവ് എപ്പോഴും ഊഹാപോഹങ്ങളുടെ നടുവിലാണ്. എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായാലും ആ ഊഹാപോഹം കൊണ്ട് ഒരിക്കലും ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എത്ര വലിയ പാണ്ഡിത്യവും ഡിഗ്രിയും ഇതൊക്കെ ഉണ്ടെങ്കിലും കാമത്തെയും ഭൗതിക ആഗ്രഹങ്ങളെയും അധമ പ്രവർത്തികളെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്കൊരിക്കലും ഈ ലോകത്തിൽ നിന്ന് മോചനമില്ല. അവർ ഒരിക്കലും ഉയർന്ന വ്യക്തികൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർക്ക് ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ പോലും കഴിയില്ല. ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള അധമ പ്രവർത്തികളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഇവിടെ പറയുന്നു, കാമം പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോഴും അധമ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോഴും മനസ്സിൽ ക്രോധം ഉദ്ഭവിക്കുന്നു. അത് പൊതുവെ കണ്ണിലൂടെയാണ് ഒരു വ്യക്തിയുടെ ക്രോധം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീല പ്രഭുപാദി പറയുന്നത്, പൊതുവെ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇരുപുരികത്തിൻ്റെയും മധ്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. കാരണം ഇവിടെ നിന്നാണ് ക്രോധം ഉദ്ഭവിക്കുന്നത്. അന്നേരം ആ ക്രോധത്തെ നിയന്ത്രിക്കാനും, ക്രോധം എന്തുകൊണ്ട് വരുന്നു? കാമം പൂർത്തീകരിക്കപ്പെടാത്തപ്പോൾ. അതുകൊണ്ട് ക്രോധത്തെയും കാമത്തെയും നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇരുപുരികത്തിൻ്റെയും മധ്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. അന്നേരം ഇവിടെ പറയുന്നു, ഒരിക്കലും ഒരു വ്യക്തിക്ക് ആഗ്രഹമില്ലാതെ ഇരിക്കാൻ കഴിയില്ല. അന്നേരം യഥാർത്ഥത്തിൽ ആഗ്രഹമില്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇനി വാക്കെന്ന് പറയുന്നത് സാക്ഷാൽ സരസ്വതി ദേവിയാണ്. അതുകൊണ്ട് വാക്ക് ഉദ്ഭവിക്കുന്നത് ബ്രഹ്മദേവന്റെ വായിൽ നിന്നാണ് പറയുന്നത്. ഇവിടെ അതിമനോഹരമായിട്ട് ശ്രീല പ്രഭുപാദി പറയുന്നു, സരസ്വതി ദേവിയുടെ കടാക്ഷം ഒരു വ്യക്തിക്ക് ലഭിച്ചാലും, അറിവുകളെല്ലാം ലഭിച്ചാലും, പാണ്ഡിത്യം ലഭിച്ചാലും, ഹൃദയത്തിൽ കാമവും ഭൗതിക ആഗ്രഹങ്ങളാണെങ്കിൽ ആ അറിവുകളെ എല്ലാം ദുരുപയോഗം ചെയ്യുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നു, എത്ര വലിയ സദ്ഗുണ സമ്പന്നനാണെന്ന് പറഞ്ഞാലും ആ വ്യക്തിക്ക് ഭക്തിയില്ല എങ്കിൽ, ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ല എങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും കാമത്തിനും ക്രോധത്തിനും
മോഹമത മത്സരാദികൾക്കും അടിമയായിരിക്കും എന്ന് പറയുന്നു. ഇനി നമ്മൾ ഭക്തിയിൽ ഇരുന്നിട്ടും നമ്മൾ ഈ ഒരു കാമം, ക്രോധം, മോഹം, ലോഭമത മത്സരാദികളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഇതുവരെയും വ്യക്തമായിട്ട് ഭക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ ഭക്തി തുടങ്ങിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക, നന്നായി ശ്രദ്ധിച്ച് ജപിക്കുക. എങ്കിൽ മാത്രമേ ഇതിൽ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അധമ ഗുണങ്ങളിൽ നിന്നും പുറത്തു വരാൻ കഴിയൂ എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നു. എന്നാലും ഒരു പരിശുദ്ധ ഭക്തൻ എപ്പോഴും സമാധിയിലാണ്. സമാധി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇല്ല എന്നല്ല. സമാധി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഭഗവത് ചിന്തകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും സമാധിയിലാണ്. അവർക്ക് പ്രത്യേകിച്ചൊരു ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ധ്യാനത്തിലൂടെ ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അതേ വ്യക്തിക്ക് വേണ്ടിയാണ് അവർ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എപ്പോഴും ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് എന്ന് ഇവിടെ പറയുകയാണ്. അങ്ങനെ നമ്മൾ ഈ മൂന്നാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 26 ശ്ലോകങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി നമുക്ക് നാളെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നാളെ രാവിലെ നമുക്കെടുക്കാം. അതായത് നമ്മൾ ശ്രീമദ് ഭാഗവത്തിലൂടെ നമുക്ക് ഭക്തിയും ലഭിക്കും, ജ്ഞാനവും ലഭിക്കും, വിരക്തിയും ലഭിക്കും. അതുകൊണ്ട് നിത്യേന ഭാഗവതം ശ്രവിക്കുകയും അത് കേട്ടിരിക്കുക മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ നമുക്ക് ഭഗവാനുമായിട്ട് അടുപ്പിക്കുന്ന കാര്യത്തെ കൂടുതൽ ഉൾപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ. ഭഗവാനിൽ നിന്നും നമ്മളെ അകറ്റുന്ന കാര്യത്തിൽ നിന്നും അകന്നു നിൽക്കുക. അതാണ് ജ്ഞാനത്തിൻ്റെയും വിരക്തിയുടെയും ലക്ഷണം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനുമായിട്ട് നമ്മളെ അടുപ്പിക്കുന്ന കാര്യത്തെ കൂടുതൽ കൊണ്ടുവരിക ചെയ്യുക. അതിനെയാണ് അറിവ് എന്ന് പറയുന്നത്. വിരക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനിൽ നിന്നും നമ്മളെ അകറ്റുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. അന്നേരം അറിവ്, ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള അറിവ് വർദ്ധിപ്പിക്കുക, അത് പ്രാവർത്തികമാക്കുക. വിരക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്നും നമ്മളെ അകറ്റുന്ന കാര്യത്തിൽ നിന്നും അകന്നു നിൽക്കുക. അതിനെയാണ് വിരക്തി എന്ന് പറയുന്നത്. അന്നേരം ജ്ഞാനവും വേണം, വിരക്തിയും വേണം, ഭക്തി വേണം. അടുത്തൊരു മാതാജി പറയുന്നത്, സപ്തഋഷിമാരിൽ ഒരാളായ ദുർവാസാമുനി ക്രോധം ഇപ്പൊ ഞാൻ പറഞ്ഞ പേരിൽ എവിടെയെങ്കിലും ദുർവാസാമുനി ഉണ്ടോ മാതാജി? പിന്നെ എന്തിനാണ്? അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല എന്നല്ലേ അർത്ഥം. പിന്നെ നമ്മൾ മറ്റുള്ള ഋഷിമാരുടെ കുറ്റം കണ്ടുപിടിക്കാതെ നമ്മുടെ ഉള്ളിൽ ക്രോധം ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇവർ ശരിയല്ല, അവർ ശരിയല്ല. നമ്മൾ ശരിയാകുമ്പോൾ എല്ലാം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ശരിയല്ലാത്തത് കൊണ്ട് അവിടെ പ്രശ്നം. ഇവർ ശരിയല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു ശരിയാവണം? ദുർവാസാമുനി എവിടെയാണ് ഇരിക്കുന്നത്? ഗോലോകത്താണോ ഇരിക്കുന്നത്? ദുർവാസാമുനി ഒരു യോഗിയാണ്. അംബരീഷിന്റെ കഥ അറിഞ്ഞൂടെ? അംബരീഷിനെ കുറിച്ച് എന്തുകൊണ്ട് മാതാജി പറയുന്നില്ല? ദുർവാസാമുനിയെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നു? ഇത് നമ്മുടെ സ്വഭാവമാണ്, കുറ്റം മാത്രം കണ്ടുപിടിക്കുക. അവർ ശരിയല്ലല്ലോ, പിന്നെ ഞാനെന്തിനു ശരിയാവണം? എങ്കിൽ പിന്നെ ഇവിടെ തന്നെ ഇരുന്നു. നമുക്കെന്തായാലും ദുർവാസാമുനിയെ പോലെ ഇരിക്കാൻ താല്പര്യമില്ല. ദുർവാസാമുനി ക്രോധം പ്രകടിപ്പിച്ചാലും അദ്ദേഹത്തിലൂടെ നല്ല നല്ല കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. നമ്മുടെ ക്രോധം കൊണ്ട് ഈ ലോകത്ത് ആർക്കും ഒരു പ്രയോജനമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വാചകടി? ദുർവാസാമുനി ക്രോധം പ്രകടിപ്പിച്ചപ്പോഴാണ് അംബരീഷിന്റെ ഭക്തി എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്. പാണ്ഡവരോട് ഭഗവാനുള്ള സ്നേഹം അതും നമ്മൾ മനസ്സിലാക്കിയത് പാണ്ഡവരെടുത്ത് ആ ഭക്ഷണത്തിന് വേണ്ടി ദുർവാസാമുനി പോകുന്നുണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ദേഷ്യം കൊണ്ട് ആർക്കും ഇതുവരെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ദേഷ്യം കൊണ്ട് നമുക്ക് പോലും പ്രയോജനമില്ലെന്നുള്ളത് പിന്നെയല്ലേ നാട്ടുകാർക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ള വെറുതെ ലൂസ് ടോക്സ് എനിക്ക് സമയമില്ല. വെറുതെ വാചോടിക്കുക, അങ്ങനെയുള്ള ഒന്ന് ചിന്തിച്ചിട്ട് ചോദ്യം ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടും ഇത്രയും ചർച്ച ചെയ്തിട്ടും ആ ദുർവാസാമുനി സപ്തഋഷികളിൽ ഒരാൾ, സപ്തഋഷികൾ എവിടെയാണ്? ഇപ്പം പറഞ്ഞ ഈ 10 പേരിൽ എവിടെയെങ്കിലും ദുർവാസാമുനി ഉണ്ടോ? ദുർവാസാമുനി വരുന്നത് മഹാദേവനിൽ നിന്നാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം ശാസ്ത്രം നന്നായി പഠിക്കൂ, എന്നിട്ട് വായി തോന്നി എന്തും വിളിച്ചു പറയരുത്. ഇത് മാതാജിയുടെ ഉള്ള ദേഷ്യം കൊണ്ടല്ല പറയുന്ന, എല്ലാവരുടെയും സ്വഭാവമാണിത്. നമ്മൾ ഇത്രയും ഉയർന്ന തത്വങ്ങൾ ചർച്ച ചെയ്യണം. ആദ്യം എൻ്റെ ക്രോധം കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുക, ആത്മപരിശോധന നടത്തുക.
അതിനു വേണ്ടി ശ്രമം നടത്തുക. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, നാമം ജപിക്കുക, സേവനങ്ങളിൽ ഏർപ്പെടുക. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ ദേഷ്യം വരും. അതുകൊണ്ട് ഈ ആഗ്രഹം കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല, ഈ ലോകത്തിനൊരു ഉപയോഗമില്ല, എനിക്ക് ഉപയോഗമില്ലെന്ന് ഞാൻ മനസ്സിലാക്കണം. ഇതേപോലെ എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ നന്നാവുമ്പോൾ തന്നെ ലോകം നന്നാവും. നമ്മൾ നന്നാകാത്തതുകൊണ്ട്, ആ ഒരു നന്നാകാത്ത കണ്ണുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യത്തിനെയും നോക്കുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും പ്രശ്നമായിട്ട് നമുക്ക് കാണപ്പെടും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാറുമ്പോൾ ഉള്ളു ശുദ്ധമാവും. ഉള്ളു ശുദ്ധമാകുമ്പോൾ ആ ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട് നോക്കുമ്പോൾ എല്ലായിടത്തും ഓക്കെ ആയിട്ട് തോന്നും. ഓക്കെ, നാരദ മഹർഷിയുടെ പാത പിന്തുടരുക, നാമം ജപിക്കുക. നാരദ മഹർഷിയെ നമുക്ക് പ്രേരണയായിട്ട് എടുത്തൂടെ? നാരദ മഹർഷി നമ്മളുടെ ജീവിതം പഠിച്ചൂടെ? പൂർവ്വജന്മത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു അമ്മയായിരുന്നു. ആ അമ്മ പാമ്പ് കടിച്ച് മരിച്ച സമയത്ത് നാരദ മഹർഷി കൊച്ചു കുട്ടിയാണ്. നാരദ മഹർഷി എന്താ പറയുന്നത്? നാരദ മഹർഷി പറയുകയാണ്, എനിക്ക് ഒരേ ഒരു ആശ്വാസം ആ അമ്മയായിരുന്നു. എന്നെ ഈ ലോകത്ത് സ്നേഹിക്കാൻ ഒരേ ഒരാളെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ബന്ധവും ഭഗവാൻ അകറ്റി. എന്തുകൊണ്ട്? ഈ ലോകത്തിൽ ഒരു ആസക്തിയും എനിക്ക് പാടില്ല എന്ന് ഭഗവാൻ എനിക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരേ ഒരു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയും ഭഗവാൻ അകറ്റി. ഞാൻ എന്താ ചിരിച്ചെന്നറിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭൗതിക അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ല. അടുത്തൊരു ചോദ്യം. സ്വാമി പറഞ്ഞു നാരദ മഹർഷി ഒരു അമ്മയുടെ മകനായി ജനിച്ചു, എന്നിട്ട് പിന്നീട് പറഞ്ഞു ബ്രഹ്മദേവന്റെ ചിന്തയിൽ നിന്നു. ഗുഡ് മോർണിംഗ്. ഉറങ്ങുവരുന്നല്ലേ? രാമായണം മുഴുവൻ കേട്ടിട്ട് രാമന്റെ അപ്പൂപ്പനല്ലേ രാവണൻ. അന്നേരം നാരദ മഹർഷിക്ക് ആകെ കുഞ്ഞായിരുന്നപ്പോ ഒരേ ഒരു അറ്റാച്ച്മെന്റേ ഉള്ളൂ, ഒരേ ഒരു അമ്മ. ആ അമ്മയും എന്തുകൊണ്ട്? ആ ഒരു അമ്മയും നാരദ മഹർഷിയുടെ ഭക്തി പാതയിൽ ഒരു തടസ്സമായിരിക്കും എന്ന് ഭഗവാന് തോന്നി. നാരദ മഹർഷിയെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു യോഗം പോലും എനിക്കില്ല. ഞാൻ എവിടെ കിടക്കുന്നു? വെറും തുച്ഛവും പുച്ഛമാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ എനിക്കും ഭഗവാന്റെ കാരുണ്യത്തെയാണ് ഓർമ്മ വരുന്നത്. ഗുരുവായൂരപ്പൻ അടിയനോട് എന്തുമാത്രം കാരുണ്യം കാണിച്ചു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഒരേ ഒരു ആഗ്രഹമുള്ളൂ, അദ്ദേഹത്തിന് വേണ്ടി ഇനിയും ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുള്ള അവസരവും കഴിവും പ്രചോദനവും അദ്ദേഹം തന്നെ നൽകട്ടെ എന്ന് ഞാൻ യാചിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തും ശ്രീമതി രാധാറാണി അടുത്തും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഭഗവത് സേവനം, അല്ലാതെ വേറൊന്നും നമുക്ക് ആനന്ദം സംതൃപ്തി നൽകത്തില്ല എന്ന് മനസ്സിലാക്കും. ഉമാ മാതാജി പറയാം, എൻ്റെ സ്വാമി ഞങ്ങൾ അജ്ഞരാണ്. അജ്ഞത ഓക്കെ, പക്ഷെ ശ്രദ്ധയില്ലാതിരിക്കുന്നത് ശരിയാണോ? ശ്രദ്ധയോടുകൂടി ഇരിക്കട്ടെ. ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റില്ല. ശ്രദ്ധിച്ചിരുന്നാൽ ചോദ്യങ്ങളൊന്നും വരത്തില്ല. ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റില്ല, ശ്രദ്ധിച്ചിരിക്കൂ. ചോദ്യം ചോദിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ കുറ്റം പറഞ്ഞത്. നമ്മൾ ആ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ച് ചോദിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തിയാണ്, ഭഗവാന്റെ ലോകത്തേക്ക് എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ലോകം എങ്ങോട്ടോ പോകട്ടെ, പക്ഷെ നമ്മൾ നമ്മുടെ ഭക്തിയിൽ ഉറച്ചു. അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ നാശം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ലോകത്തിന് വേണ്ടി ഒരു ദ്രോഹം ചെയ്യുന്നില്ല, എല്ലാവരും സന്തോഷിച്ചിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ആദ്യം യഥാർത്ഥ സന്തോഷത്തിൻ്റെ മാർഗം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണം.
നമ്മൾ സമാധാനത്തോടുകൂടിയും സംതൃപ്തിയോടും കൂടിയും ഒരു ഭക്തിയുത ജീവിതം നയിക്കാൻ നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു വഴി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ പുറമേയുള്ള പറച്ചിലല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഈശ്വരനെ അന്വേഷിക്കുന്നില്ല, ഗുരുവായൂരപ്പനെയും ശ്രീമതി രാധാരണിയും അന്വേഷിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും ആ ഭക്തി രസത്തെ ആസ്വദിക്കാൻ കഴിയില്ല. അന്നേരം ഉള്ളിൽ ആ ഭക്തിരസം ഇല്ല എങ്കിൽ ഒരു സംതൃപ്തി, സന്തോഷം, സമാധാനം നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. അന്നേരം നമ്മൾക്ക് തന്നെ സന്തോഷം ഇല്ല എങ്കിൽ മറ്റുള്ളവരെ ഭക്തിയിൽ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നാമം ജപിക്കുക. ഉള്ളിൽ നിന്നും ഭഗവാനെക്കുറിച്ചല്ലാതെ മറ്റൊരാഗ്രഹം സൂക്ഷിക്കരുത്. ഭഗവാന് വേണ്ടി കഴിവിൻ്റെ പരമാവധി സേവനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കും. കരുണാമയനായിട്ടുള്ള ഭഗവാനും കരുണാമയ്യായ ശ്രീമതി രാധാദേവിയും എല്ലാം നമുക്ക് വേണ്ടി ചെയ്യും. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ നിർത്താം. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗർഗഭാഗവത്തിലേക്ക് നമുക്ക് കിടക്കാം. പൂതനാമോക്ഷമാണ് ഗർഗഭാഗവത്തിൽ. പിന്നെ വൈകുന്നേരത്തെ രാധാകൃഷ്ണ ലീലകൾ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം അതിമനോഹരമാണ്. ആ ഭാഗവതം ശ്രവിക്കുമ്പോഴും പറയുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഭാഗവത്തെ പോലൊരു ഗ്രന്ഥം വേറെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല, അല്ലേ? പിന്നെ ചൈതന്യ ചരിതാമൃതമുണ്ട്, അത് അടുത്ത ലെവലാണ്. ഭാഗവതവും ഗർഗഭാഗവതവും ഏകദേശം ഒരേപോലെ തന്നെയാണ്. അന്നേരം ഭാഗവതം, ഗർഗഭാഗവതം ഇതൊക്കെ ചർച്ച ചെയ്ത് ഭഗവാന്റെ ലീലകളെ മനസ്സിലാക്കി ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ. ഇത് നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ഗർഗഭാഗവത്തിൽ കാണാം. ഹരേ കൃഷ്ണ.